യുദ്ധം ക്ലൈമാക്സിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനി. ഇനി എണ്ണം പറഞ്ഞ നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് മുന്നറിയിപ്പ് നൽകി മുജ്തബ അന്തിമ പോരാട്ടത്തിന് ആഹ്വാനം നൽകി കഴിഞ്ഞു. ക്ഷമിക്കാവുന്നതിനപ്പുറം ക്ഷമിച്ചുവെന്നും പിതാവിനെ പോലും കൊലപ്പെടുത്തിയിട്ടും മാപ്പ് നൽകാൻ തയ്യാറായെന്നും പറഞ്ഞ മുജ്തബ ഇനി കാത്തിരിക്കാനാകില്ലെന്ന് പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇതോടെ യുദ്ധം കനക്കുമെന്നും തിരിച്ചടികൾ ശക്തമായിരിക്കുമെന്ന സൂചനകളാണ് ഇറാനിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുഎസും ഇസ്രയേലും നടത്തിയ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാറിജാനിയുടെ മരണമാണ് മുജ്തബയെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം. ലാറിജാനിയുടെ മരണത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുജ്തബയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. നേതൃനിരയിൽ വലിയ നഷ്ടം സംഭവിച്ചെങ്കിലും തങ്ങളുടെ യുദ്ധ നടപടികൾ അന്ത്യത്തിലേക്ക് കടക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ലാറിജാനിയുടെ വധത്തോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇക്കാര്യം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഉന്നത ഇറാൻ വൃത്തങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമാകുന്നതിന്റെ സൂചനയാണിതെന്നും കാണാൻ സാധിക്കും. ഉന്നത സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തുന്നതിൽ നിന്ന് ആരംഭിച്ച് ഉയർന്ന റാങ്കിലുള്ള രാഷ്ട്രീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിച്ച രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള സ്ഥിരമായ ആക്രമണങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിലും രാഷ്ട്രീയ സ്ഥാപനത്തിലും കേന്ദ്രീകൃതമായ പങ്ക് നിർവഹിക്കുന്ന വ്യക്തിയായതിനാൽ തന്നെ ലാറിജാനിയുടെ കൊലപാതകം ഇതുവരെയുള്ളതിൽ ഏറ്റവും പരിണിത ഫലങ്ങളുള്ള ഒന്നായി മാറിയെന്ന് വിലയിരുത്തുന്നുണ്ട്. ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലാറിജാനി അഭിപ്രായ ഭിന്നതകളുള്ള അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. യുദ്ധം ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്ന നേതാവിന്റെ വിയോഗം ഒരുപക്ഷെ ഇസ്രയേലിനും തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമില്ല എന്നതും വാസ്തവമാണ്. മതപരമായ അംഗീകാരവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായുള്ള അടുത്ത ബന്ധവും രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിൽ അനുഭവ പരിചയവും ലാറിജാനിയെ മതനേതൃത്വത്തിനും സുരക്ഷാ സംവിധാനത്തിനും ഇടയിൽ ഒരു പ്രധാന കണ്ണിയായി മാറ്റിയിരുന്നു. യുദ്ധത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ലാറിജാനിയുടെ മരണം ഇറാന്റെ തീരുമാനങ്ങളെ പുതുക്കി നിശ്ചയിക്കുമെന്നും കാണാൻ സാധിക്കുന്ന ഘടകമാണ്. അതേസമയം രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നാണ് വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പറയുന്നുണ്ട്. ഒരൊറ്റ വ്യക്തിയുടെ സാന്നിധ്യമോ അഭാവമോ ഇറാനിയൻ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയെ ബാധിക്കില്ലെന്നും ഒരു മാധ്യമ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതിന് അരാഗ്ചി യുഎസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. മാനുഷിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് യുഎസിനാണ് ഉത്തരവാദിത്തമെന്ന് അരാഗ്ചി കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുദ്ധം അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ വധിക്കുമെന്ന കട്ടായം പറയുന്നുണ്ട് ഇസ്രയേൽ. എന്തു വില കൊടുത്തും മുജ്തബയുടെ ജീവനെടുക്കുമെന്നും അതിനുവേണ്ടി കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുമെന്നും ഇസ്രയേൽ പറയുമ്പോൾ ആ ജീവൻ സംരക്ഷിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. ആയത്തുള്ള ഖമേനിയെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കാത്തതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ അബദ്ധം ഇനി ആവർത്തിക്കില്ലെന്ന് പറയുന്ന ഇറാൻ തങ്ങളുടെ പുതിയ പരമോന്നത നേതാവിനെ ഇസ്രയേലിന്റെയും അവരുടെ ചാരസംഘടന മൊസാദിന്റെയും തീക്ഷ്ണമായ കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ്. ഇറാനിൽ മറിഞ്ഞിരുന്ന ആയത്തുള്ള ഖമേനിയെ ഒരു ബോംബ് കൊണ്ട് തീർത്ത മൊസാദ് ഓപ്പറേഷൻ മുജ്തബയ്ക്കും തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മുജ്തബ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്ക. യുദ്ധത്തിൽ മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇനി എളുപ്പത്തിൽ വധിക്കാമെന്ന ചിന്തയിലാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തിയത്. ഇവിടെ നിന്നാണ് ഇസ്രയേലിയൻ റഡാറുകളെ കബളിപ്പിച്ച് മുജ്തബ ഇന്നും ഇറാനെ നയിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്.